Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 50ാമത്തെ വീഡിയോ മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ഡിറ്റർമിനൻസ് എന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ്. ഡിറ്റർമിനൻസ്. A determinant is a compact form showing a set of numbers arranged in rows and columns. The number of rows and the number of columns being equal. A determinant is a compact form showing a set of numbers arranged in rows and columns. The number of rows and the number of columns being equal. The numbers appearing in a determinant are known as the elements of the determinant. The numbers appearing in a determinant are known as the elements of the determinant. Determinant refers to a mathematical operation to be affected on the elements. The effect of the operation gives rise to a simplified value of the determinant known as determinant value. A determinant is a number associated with a square matrix. A determinant is a number associated with a square matrix. To each square matrix A, we associate a number called determinant of A. Thus, in this section, we shall learn how to associate the number determinant A to the square matrix A. The matrices which are not square do not have determinants. Square matrixന് മാത്രമേ ഡിറ്റർമിനന്റ് ഉള്ളൂ. സ്ക്വയർ matrix അല്ലെങ്കിൽ അതിന് ഡിറ്റർമിനൻസ് ഉണ്ടാവില്ല, ഡിറ്റർമിനന്റ് വാല്യൂ ഇല്ല അതിന്. The determinants are useful for solving system of linear equations and it is very useful in the study of matrices. A determinant is a number associated with a square matrix. Corresponding to each square matrix A equal to matrix A11, A12, A1j, etc. A1n, A21, A22, etc. A2j, etc. A2n, etc. AN1, AN2, etc. ANn. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. n റോസ് ഉണ്ട്, n കോളംസ് ഉണ്ട്. അപ്പോൾ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് വാല്യൂ ഉള്ളൂ. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. There is associated an expression called the determinant of A or determinant A written as. ഇങ്ങനെയാണ് ഡിറ്റർമിനന്റ് എ ഡിനോട്ട് ചെയ്യുന്നത്. രണ്ട് ലൈൻസ് വരയ്ക്കുക, അതിനകത്ത് എഴുതുക, വായിക്കുന്നത് ഡിറ്റർമിനന്റ് എ എന്നാണ്. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഇങ്ങനെയാണ് എഴുതുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ. ഈ രണ്ട് രീതിയിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. സാധാരണ ഇങ്ങനെയാണ് എഴുതുന്നത്. രണ്ട് വര വരച്ച് അതിനകത്ത് എ എന്ന് എഴുതും. അപ്പോൾ വായിക്കേണ്ടത് ഡിറ്റർമിനന്റ് എ, ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. എ ബി സി എന്നൊക്കെ ഉള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നേരത്തെ പറഞ്ഞ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആ എലമെന്റ്സ് ഒക്കെ അത് തന്നെ എഴുതാം. അപ്പോൾ ഈ വാല്യൂസ് A11, A12, എക്സെട്ര, ഈ ANN ഇതിനാണ് എലമെന്റ്സ് ഓഫ് ദി ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ നമ്പർ ആയിരിക്കും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അടുത്ത ഇതിൽ പറയാം. എ മെട്രിക്സ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് നോ ഫിക്സഡ് വാല്യൂ. മെട്രിക്സിനൊരു ഫിക്സഡ് വാല്യൂ ഇല്ല. പക്ഷേ എ ഡിറ്റർമിനന്റ് ഈസ് എ നമ്പർ ആൻഡ് ഇറ്റ് ഹാസ് എ ഫിക്സഡ് വാല്യൂ. ഡിറ്റർമിനന്റിന് ഒരു സിംഗിൾ വാല്യൂ ഉണ്ട്. നോക്കാം എങ്ങനെയാണ് ഓരോ ഓർഡറിലുള്ള ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇതൊരു n ഓർഡർ ഡിറ്റർമിനന്റ് ആണ്. n റോയും n കോളവുമുള്ള ഒരു ഡിറ്റർമിനന്റ് ആണ് ഇത്. ഇനി നമുക്ക് ഓരോ ഡിറ്റർമിനന്റിന്റെയും വാല്യൂ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1. ലെറ്റ് A ഈക്വൽ ടു മെട്രിക്സ് A11 ബി എ 1/1 മെട്രിക്സ്. ഒരു റോയും ഒരു കോളവും മാത്രമുള്ള മെട്രിക്സ്, അല്ലെങ്കിൽ ഒരു എലമെന്റ് മാത്രമുള്ള മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ then the determinant of A is the number A11 itself. That is determinant A11 equal to A11. ഇപ്പോൾ മെട്രിക്സ് 5 ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ 5 ആയിരിക്കും. അടുത്ത് let D equal to matrix 5. Then determinant of D is
5. That is determinant 5 equal to 5. The determinant of a square matrix of order 2. നോക്കാം. If A equal to a 2 by 2 matrix, determinant of a square matrix of order 2. Square matrix of order 2 എന്നാൽ 2 റോയും 2 കോളവും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് എന്നാണ്. അത് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. A11, A12, A21, A22. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്താണ്? ദെൻ ഡിറ്റർമിനൻറ്റ് എ, ഇതിന് വായിക്കുന്നത് അങ്ങനെയാണ്. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് നമ്മൾ മെട്രിക്സ് എന്ന് വായിക്കും. ഡിറ്റർമിനൻറ്റ് നമ്മൾ ഇങ്ങനെ 2 വര വരയ്ക്കണം. 2 വര ഇട്ട് അതിനകത്താണ് എഴുതുന്നത്. A11, A12, A21, A22 ഈക്വൽ ടു A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12. A11 ഇൻറ്റു A22 അതായത് ലീഡിങ് ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്റ്റ് മൈനസ് അതർ ഡയഗണൽ എലമെൻസിൻ്റെ പ്രൊഡക്റ്റ്. A11 ഇൻറ്റു A22 മൈനസ് A12 ഇൻറ്റു A21 അല്ലെങ്കിൽ A21 ഇൻറ്റു A12. That is, the determinant of a 2 by 2 matrix is obtained by taking the product of the entries on the main diagonal and subtracting from it the product of the entries in the other diagonal. That is, product of the entries on the main diagonal minus product of the entries in the other diagonal. Therefore, determinant A, B, C, D equal to A into D minus B into C. AD minus BC. Therefore, determinant 5, 2, 3, 4 equal to 5 into 4. 5 into 4 ആണ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ്. 5ഉം 4ഉം ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 5 into 4 മൈനസ് 2 into 3. 5 into 4 മൈനസ് 2 into 3. ദാറ്റ് ഈസ് 20 മൈനസ് 6 ഈക്വൽ ടു 40. അപ്പോൾ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ. 2 എണ്ണം ഉണ്ടെങ്കിൽ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് മറ്റേ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് മൈനസ് ചെയ്യാം. Determinant of a square matrix of order 3. 2 ആണെങ്കിൽ നമുക്കറിയാം. ഇനി ഓർഡർ 3 വരികയാണെങ്കിൽ a matrix of order 3 if A equal to A, B, C, D, E, F, G, H, I. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഡിറ്റർമിനൻറ്റ് A ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A, B, C, D, E, F, G, H, I ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂ കാണുന്നത് വിചാരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എ ഇൻറ്റു ആ എ ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞ് ഉള്ള ഡിറ്റർമിനൻ്റ്, അതായത് എന്താണ് ഇ എഫ് എച്ച് ഐ. എ ഇൻറ്റു എന്ന് എഴുതിയാൽ എ ഉള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് ഇ എഫ് എച്ച് ഐ മൈനസ് ബി ഇൻറ്റു ബി ഉള്ള റോയും കോളവും കളയുന്നു. അപ്പോൾ ഡി എഫ് ജി ഐ പ്ലസ് സി ഇൻറ്റു സി ഉള്ള റോയും കോളവും കളയുന്നു ഡി ഇ ജി എച്ച്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എ, പിന്നെ മൈനസ് ബി പ്ലസ് സി, ഇനി ഉണ്ടെങ്കിൽ മൈനസ് ഡി, അങ്ങനെയാണ് പോകുന്നത്. അതായത് 4 ഓർഡർ 4 മെട്രിക്സ് ആണെങ്കിൽ എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി അങ്ങനെ വരും. ഒന്നിടവിട്ട് മൈനസും പ്ലസും വരുന്നതാണ്. അപ്പോൾ ഇവിടെ എ ഇൻറ്റു എ ഉള്ള റോയും കോളവും കളഞ്ഞാൽ കിട്ടുന്ന ഡിറ്റർമിനൻറ്റ് മൈനസ് ബി ഇൻറ്റു ബി ഉള്ള റോയും കോളവും കളഞ്ഞുള്ള ഡിറ്റർമിനൻറ്റ് ഡി എഫ് ജി ഐ പ്ലസ് സി ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഡി ഇ ജി എച്ച്. ഇങ്ങനെ ഒരു റോ തന്നെ വേണമെന്നൊന്നുമില്ല. സെക്കൻഡ് റോയിൽ തുടങ്ങാം, തേർഡ് റോ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം വെച്ച് ചെയ്യാം. അതായത് എ ഇൻറ്റു ഈ ഇതുപോലെ ഡിറ്റർമിനൻറ്റ് ഇ എഫ് എച്ച് എച്ച്, ഇ എഫ് എച്ച് ഐ, പിന്നെ മൈനസ് ഡി ഇൻറ്റു, അങ്ങനെയോ മൈനസ് ഡി ഇൻറ്റു കൊണ്ട് ഡി ഉള്ള റോയും കോളം കളഞ്ഞ് ബി സി എച്ച് ഐ പ്ലസ് ജി ഇൻറ്റു ജി ഉള്ള റോയും കോളം കളഞ്ഞ് അങ്ങനെയാവാം. ഏതെങ്കിലും ഒരു റോ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് റോ എടുത്ത് ചെയ്യും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ചെയ്യണാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എടുത്തു, ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനൻറ്റ് മൈനസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻ്റ് എടുത്തു, ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനൻറ്റ് പ്ലസ്
ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് എടുത്തു, അതിൽ ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനന്റ് വാല്യൂ എടുത്തു. ഇനി ഇതിന്റെ വാല്യൂ നമുക്ക് കാണാൻ അറിയാം. അതായത് EFHI ഇതിന്റെ വാല്യൂ നമുക്കറിയാം. എന്താണ്? EI മൈനസ് HF. A ഇൻറ്റു EI മൈനസ് HF മൈനസ് B ഇൻറ്റു DI മൈനസ് GF പ്ലസ് C ഇൻറ്റു DH മൈനസ് GE. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആദ്യം പ്ലസ്സിലൊക്കെ ഒന്ന് എഴുതി മൈനസിൽ വേറെ എഴുതി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? AEI പിന്നെ ഇവിടെ മൈനസ് B ഇൻറ്റു മൈനസ്, അപ്പോൾ പ്ലസ് BGF പ്ലസ് CDH മൈനസ് AHF പിന്നെ മൈനസ് BDI പിന്നെ മൈനസ് GEC ഇങ്ങനെ കിട്ടും. ഇതിന് നമുക്ക് വേറൊരു രീതിയിൽ കൂടി ഒരു തേർഡ് ഓർഡർ ആണെങ്കിൽ കണ്ടെത്താം. അതിന് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, നോക്കാം. അപ്പോൾ ഇതാണ് 3 റോയും 3 കോളവും ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ രീതി നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് A ഇൻറ്റു ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനന്റ് മൈനസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനന്റ് പ്ലസ് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനന്റ് DEGH. പിന്നെ സാധാരണ രീതിയിൽ ചെയ്യാം. അപ്പം ഇങ്ങനെ കിട്ടും. ഈ രീതി ആയാലും മതി, ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഇട്ടാൽ മതി. A ഇൻറ്റു EI മൈനസ് HF മൈനസ് B ഇൻറ്റു DI മൈനസ് GF പ്ലസ് C ഇൻറ്റു DH മൈനസ് GE. ഇനി മറ്റൊരു രീതിയും കൂടി, സാസ് മെത്തേഡ്. This is a fairly easy method of evaluating a determinant of order 3. It will not work for determinants of order greater than 3. ഇത് ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 3ക്ക് മാത്രം സാധ്യമായ ഒന്നാണ്. 3നേക്കാൾ കൂടിയാൽ ഈ രീതി അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കൺസിഡർ ഡിറ്റർമിനന്റ് A ഈക്വൽ ടു ABC DEF GHI. Write the 3 columns of determinant A and then repeat columns 1 and 2. അതായത് ഡിറ്റർമിനന്റ് എയിലെ 3 കോളവും എഴുതുന്നു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പം ഇതിനെ എഴുതുകയാണെങ്കിൽ ABCAB വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഫസ്റ്റ് 2 കോളങ്ങൾ. പിന്നെ DEF DE GHI അങ്ങനെ എഴുതണം. ABCAB DEF DE GHI GH. അതായത് ABC എഴുതിയ വീണ്ടും എയും ബി എഴുതുക അടുത്തടുത്ത്. അങ്ങനെ കുറച്ച് വിട്ടിട്ട് ആദ്യം എഴുതുന്നു, കുറച്ച് മാറി B, കുറച്ച് മാറി C, വീണ്ടും A, വീണ്ടും B. അതുപോലെ DEF DE GHI GH അങ്ങനെ എഴുതും. അതാണ് പറയുന്നത്. റൈറ്റ് ദ 3 columns of determinant A and then repeat columns 1 and 2. Draw arrows shown below. ഇതിൽ ആരോസ് എഴുതിയിട്ടുണ്ട് അടുത്ത സ്ലൈഡിൽ, അത് നോക്കാം. Add the products of the numbers on the downward moving arrows and subtract the product on the upward moving arrows. Add the product of the numbers on the downward moving arrows. Downward moving arrows നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കൊണ്ട് ആഡ് ചെയ്യണം. അതുപോലെ upward moving arrowsന്റെ ആ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യണം. അതിന്റെ പ്രൊഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യണം ആവശ്യം. നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം. ഇവിടെ നമ്മൾ എഴുതി എന്താണ് ABC AP DEF DE GHI GH അങ്ങനെ എഴുതി. അതായത് ആദ്യം ABC എഴുതി, എയും ബിയും റിപ്പീറ്റ് ചെയ്തു, DEF ഡിയും ഇയും റിപ്പീറ്റ് ചെയ്തു, GHI GH എഴുതി. ഇനി എന്ത് ചെയ്യണം? എയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ ഒരു ഡൗൺവേർഡ് ആരോ വരയ്ക്കുന്നു. എയിൽ നിന്ന് ഡൗൺവേർഡ് ആരോ ഇയിലേക്ക്, ഇയിൽ നിന്ന് ഡൗൺവേർഡ് ആരോ ഐയിലേക്ക്, പിന്നെ ബിയിൽ നിന്ന് എഫിലേക്ക്, എഫിൽ നിന്ന് ജിയിലേക്ക്, പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് എച്ചിലേക്ക്. കഴിഞ്ഞു. പിന്നെ 2 നമ്പേഴ്സ് ഉള്ളൂ, ഇവിടെ 2 ഇവിടെ 1, അപ്പോൾ പറ്റില്ല. ഈ 3 വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ. കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനി അപ്വേർഡ് ആരോ വരയ്ക്കാം. GEC ഇവിടെ ഒരു 3 വാല്യൂ വരുന്നുണ്ട്. GEC ജിയിൽ നിന്ന് ഇയിലേക്ക് ഒരു അപ്വേർഡ് ആരോ, അവിടുന്ന് സിയിലേക്ക്, പിന്നെ എച്ച് നിന്ന് എഫിലേക്ക് ഒരു അപ്വേർഡ് ആരോ, പിന്നെ എഫിൽ നിന്ന് എയിലേക്ക് ഒരു അപ്വേർഡ് ആരോ, അതുപോലെ I to D, D to B. ഇങ്ങനെ നമ്മൾ ആരോസ് വരച്ചു. ഇത് അപ്വേർഡ് ആയിട്ട് വരച്ചു, ഇത് ഡൗൺവേർഡ് ആയിട്ട് വരച്ചു. ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്? ആഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദി ഡൗൺവേർഡ് ആരോസ്. അതായത് AEI ഡൗൺവേർഡ് ആരോസിലെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണാം. എന്താണ്? AEI. ഇതെന്താണ് വരിക അവിടെ? BFG CDH.
അപ്പോൾ ഡൗൺവേർഡ് ആരോസിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് AEI BFG CDH ഇവ ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദി ഡൗൺവേർഡ് മൂവിങ് ആരോസ് എന്നാണ്. അപ്പോൾ ഇവിടെ AEI പ്ലസ് BFG പ്ലസ് CDH. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് സബ്ട്രാക്ട് ദ പ്രൊഡക്റ്റ് ഓൺ ദ അപ്വേർഡ് മൂവിങ് ആരോസ്. അതായത് അപ്വേർഡ് മൂവിങ് ആരോസിന്റെ പ്രൊഡക്റ്റ് എന്താണ്? JEC HFA IDB I into D into B IDB. അപ്പോൾ GEC HFA IDB ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യണം. അപ്പം മൈനസ് GEC മൈനസ് HFA മൈനസ് IDB, ദാറ്റ് ഈസ് AEI പ്ലസ് BFG പ്ലസ് CDH മൈനസ് GEC മൈനസ് HFA മൈനസ് IDB. ഇതൊരു രീതിയാണ് വാല്യൂ കാണാൻ. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഡിറ്റർമിനന്റ് A ഈക്വൽ ടു AEI പ്ലസ് BFG പ്ലസ് CDH മൈനസ് GEC മൈനസ് HFA മൈനസ് IDB. നേരത്തെ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ അത് 3 ഓർഡർ മെട്രിക്സിന് മാത്രമേ സാധ്യമാകൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ആദ്യം റൈറ്റ് ദ 3 കോളംസ് ഓഫ് ഡിറ്റർമിനന്റ് A ആൻഡ് ദെൻ റിപ്പീറ്റ് കോളംസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഡ്രോ ആരോസ് ലൈക്ക് ദിസ്. Add the products of the numbers on the downward moving arrows and subtract the product on the upward moving arrow. Determinant of a square matrix of order 4. അപ്പോൾ determinant of a square matrix of order 1 ചെയ്തു, order 2 ചെയ്തു, order 3 ചെയ്തു. ഇനി order 4 ആണെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കാം. If A equal to matrix ABCD EFGH IJKL MNOP, determinant A equal to determinant ABCD EFGH IJKL MNOP equal to നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫസ്റ്റ് റോ വെച്ചാണ് ചെയ്യുന്നത് വെച്ചാൽ A ഇൻറ്റു A ഉള്ള റോയും കോളവും കളയുന്നു. അപ്പോൾ എന്ത് വരും? FGH JKL NOP FGH JKL NOP. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ രണ്ടാമത് മൈനസ് എന്നാ വരിക. മൈനസ് B ഇൻറ്റു B ഉള്ള റോയും കോളവും മാറ്റി നിർത്താം. B ഉള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്താൽ എന്തുവരും? EGH IKL MOP EGH IKL MOP പ്ലസ് ഇനി മൂന്നാമത്തെ എലമെന്റ് C ഇൻറ്റു C ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ EFH IJL MNP മൈനസ് അടുത്തത് D ഇൻറ്റു A മൈനസ് B പ്ലസ് C മൈനസ് D. മൈനസ് D ഇൻറ്റു D ഉള്ള കോളവും റോയും ഡിലീറ്റ് ചെയ്താൽ വരുന്ന ഡിറ്റർമിനന്റ് EFG IJK MNO ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ വാല്യൂകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കാം. അങ്ങനെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടെത്താം. ദെൻ ഇവാലുവേറ്റ് all the 4 determinants 1 2 3 4 determinants of order 3 separately and simply. Find the value of the determinant 2 4 8 2. രണ്ട് വാല്യൂ വെച്ചാൽ ABCD ആണെങ്കിൽ എന്താ AD മൈനസ് BC എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 2 മൈനസ് 8 ഇൻറ്റു 4 അതായിരിക്കും വാല്യൂ. ഡിറ്റർമിനന്റ് 2 4 8 2 ഈക്വൽ ടു 2 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു 8 4 minus 32 minus 28. Find the value of the determinant 1 2 minus 3 2 minus 1 2 3 2 4. ഇവിടെ എന്ത് ചെയ്യണം? 1 ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനന്റ് മൈനസ് 2 ഇൻറ്റു അതിൻ്റെ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനന്റ് പിന്നെ മൈനസ് 3 ഇവിടെ പ്ലസ് ആണ് വരിക. പ്ലസ് C എന്ന് പറഞ്ഞാൽ ഇവിടെ സിക്ക് വരുമ്പോൾ മൈനസ് 3 ആണ്. അതുകൊണ്ട് മൈനസ് 3 ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനന്റ്. നമുക്ക് നോക്കാം. 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 1 2 മൈനസ് 3 2 മൈനസ് 1 2 3 2 4 ഈക്വൽ ടു 1 ഇൻറ്റു 1 ഉള്ള റോയും കോളവും കളഞ്ഞാൽ എന്ത് വരും? മൈനസ് 1 2 2 4 മൈനസ് 1 2 2 4 മൈനസ് സെക്കൻഡ് എലമെന്റ് 2 ഇൻറ്റു 2 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് വരും? 2 2 3 4
ഡിറ്റർമിനൻറ്റ് 2, 2, 3, 4 പ്ലസ് സി ഇൻറ്റു എന്ന് വരും, അതിവിടെ -3 ആണ്. അപ്പോൾ -3 ഇൻറ്റു ഈ കോളം റോയും കളഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് 2 - 1, 3, 2, 2 - 1, 3, 2. ഇനി എന്ത് ചെയ്യണം? 1 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ -4, -4, 1 ഇൻറ്റു -1 ഇൻറ്റു 4, -4, -2 ഇൻറ്റു 2, 4, -2 ഇൻറ്റു 2 ഇൻറ്റു 4, 8, -3 ഇൻറ്റു 2, 6, പ്ലസ് -3 എന്നുള്ള -3 എഴുതി. 2 ഇൻറ്റു 2, 4, -3 ഇൻറ്റു -1, -3, 1 ഇൻറ്റു -4, -4, 1 ഇൻറ്റു -4, -4, 1 ഇൻറ്റു -8, -8, 1 ഇൻറ്റു -8, പിന്നെ -2 ഇൻറ്റു 8, -6, 2, -3 ഇൻറ്റു 4, -3, 4 + 3, 7, 1 ഇൻറ്റു -8, -8, -2 ഇൻറ്റു 2, -4, -21, -33. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത്. നമുക്ക് മറ്റേ മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം. ആ ആരോ ഒക്കെ വരച്ചിട്ട് സാറസ് മെത്തേഡ് രീതിയിൽ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതേ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓർ നമുക്ക് ആ മെത്തേഡിൽ എങ്ങനെയാണ് നോക്കൂ. 1, 2, -3 അങ്ങനെയായിരുന്നു ഫസ്റ്റ് റോ. 1, 2, -3 നമ്മൾ 1ഉം 2ഉം റിപ്പീറ്റ് ചെയ്തു. സെക്കൻഡ് റോ 2, -1, 2 എന്നാണ്. 2, -1 റിപ്പീറ്റ് ചെയ്തു. 3, 2, 4, 3, 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? വാല്യൂ എന്ന് പറഞ്ഞാൽ ആഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദി downward moving arrows and subtract the product on the upward moving arrows. Add the products of the numbers on the downward moving arrows. That is 1 into -1 into 4. 1 into -1 into 4 plus 2 into 2 into 3. 1 into -1 into 4 plus 2 into 2 into 3 plus -3 into 2 into 2. -3 into 2 into 2. ഇനി എന്ത് ചെയ്യണം? ഇത് സബ്ട്രാക്ട് ചെയ്യണം. -3 into -1 into -3. -3 into -1 into -3 minus 2 into 2 into 1. 2 into 2 into 1 minus 4 into 2 into 2. 4 into 2 into 2. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 1 into -1 into 4 -4. -4. 2 into 2 4. 4 into 3 12. -3 into 2 -6 into 2 -12. -3 into -1 plus 3 plus 3 into -3 -9. -2 into 2 into 1 4 -4. 4 into 2 8 into 2 16 -60. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 12 -12 0. -4 -9 -13 -17 -33. -33 ആണ്. അപ്പോൾ ഈ രീതിയിലും ചെയ്യാം. Evaluate determinant 1, 2, 3, 1, 2, 1, 0, 2, -2, 1, 3, 2, 1, -1, 2, 3. ഇതിൻ്റെ വാല്യൂ കാണണമെങ്കിൽ എന്താണ്? 1 ഇൻറ്റു ഒരു ഡിറ്റർമിനൻറ്റ് വരും, പിന്നെ -2 ഇൻറ്റു അടുത്ത ഡിറ്റർമിനൻറ്റ്, +3 ഇൻറ്റു അടുത്ത ഡിറ്റർമിനൻറ്റ്, -1 ഇൻറ്റു. അപ്പോൾ നമുക്ക് ആ ഡിറ്റർമിനൻസിൻ്റെ വാല്യൂ ആദ്യം കാണാം. അതായത് 1 ഇൻറ്റു കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന ഈ ഡിറ്റർമിനൻ്റ് ഉണ്ട്, ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുന്നു. അതാണ് 102 132 -123. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? 1 ഇൻറ്റു അത് കളഞ്ഞു 3223 -0 ഇൻറ്റു റോയും കോളവും കളഞ്ഞാൽ 1 2 -1 3 കിട്ടി, പ്ലസ് 2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും കളഞ്ഞു 1 3 -1 2 1 3 -1 2. സിംപ്ലിഫൈ ചെയ്തു. 1 ഇൻറ്റു 9 -4 3 ഇൻറ്റു 3 9 -2 ഇൻറ്റു 2 4 -0 ഇൻറ്റു അത് പിന്നെ എന്തായാലും എഴുതേണ്ട കാര്യമില്ല, കാരണം 0 കൊണ്ടാണ് ഗുണിക്കുന്നത്, അപ്പോൾ 0 മാത്രം മതി, പ്ലസ് 2 ഇൻറ്റു 2 -3 ദാറ്റ് ഈസ് 2 + 3 9 -4 5 2 + 3 5 5 ഇൻറ്റു 2 10 മൊത്തം 50. അത് കിട്ടി. ഇനി അടുത്തെന്താണ്? അടുത്ത -2 ഇൻറ്റു ഈ കോളം റോയാണ് പോവുക. അപ്പോൾ 202 -232 123 ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണണം. നോക്കാം. 202 പിന്നെ -232 123 123 ഈക്വൽ ടു
2 ഇൻറ്റു റോയും കോളവും പോയി 3 2 2 3 കിട്ടി. -0 ഇൻറ്റു റോയും കോളവും പോയി -2 2 1 3 -2 2 1 3 +2 ഇൻറ്റു റോയും കോളവും കളഞ്ഞാൽ -2 3 1 2 -2 3 1 2 equal to 2 into 3 into 3 9 minus 2 into 2 4 9 minus 4 minus 0 into 0 തന്നെ plus 2 into minus 4 minus 3 9 minus 4 5 5 into 2 10 minus 4 minus 3 minus 7 into 2 minus 14 but 10 minus 14 equal to minus 4 ഒന്നിൻ്റെ വാല്യൂ 15 ആണ്, മറ്റൊന്നിൻ്റെ വാല്യൂ -4 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 15 പിന്നെ -2 ഇൻറ്റു -4 ഇനി 3 ഇൻറ്റു അത് കളഞ്ഞിട്ടുള്ള ഡിറ്റർമിനൻ്റ് വേണം 2 1 2 -2 1 2 1 -1 3 ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ 1 ഇൻറ്റു വരുന്നത് 2 1 0 -2 1 3 1 -1 2 ആ വാല്യൂ വേണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2 1 2 -2 1 2 1 -1 3 ഈക്വൽ ടു 2 ഇൻറ്റു അതിലുള്ള റോയും കോളവും കളഞ്ഞു 1 2 -1 3 -1 ഇൻറ്റു മൈനസ് ഈ 1 ആണ് 1 ഇൻറ്റു ആ റോയും കോളവും പോയി -2 2 1 3 -2 2 1 3 +2 ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞാൽ -2 1 1 -1 -2 1 1 -1 ഈക്വൽ ടു 2 ഇൻറ്റു 3 minus -2 that is 3 plus 2 minus 1 into -6 minus 2 plus 2 into plus 2 minus 1 -2 into -1 2 വരും 2 minus 1 3 plus 2 5 5 into 2 10 -6 minus 2 -8 into -1 plus 8 2 minus 1 1 1 into 2 2 10 plus 8 18 plus 2 20 അടുത്തത് ഡിറ്റർമിനൻറ്റ് 2 1 0 -2 1 3 1 -1 2 equal to 2 into ആളുള്ള റോയും കോളം കളഞ്ഞാൽ 1 3 -1 2 1 3 -1 2 -1 into 1 ഉള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ -2 3 1 2 -2 3 1 2 +0 into റോയും കോളവും കളഞ്ഞു -2 1 1 -1 -2 1 1 -1 equal to 2 into 2 minus -3 that is 2 plus 3 -1 into -4 -3 plus 0 into 2 minus 1 2 plus 3 5 5 into 2 10 -4 -3 -7 into -1 plus 7 ഇത് 0 into ആയതുകൊണ്ട് എഴുതണമെന്നില്ല 10 plus 7 17 അപ്പോൾ രണ്ട് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് എഴുതണം. ഇതായത് ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻറ്റ് 1 2 3 1 2 1 0 2 -2 1 3 2 1 -1 2 3 ഇതിനെങ്ങനെ എഴുതാം ഈക്വൽ ടു 1 ഇൻറ്റു 1 ഉള്ള റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനൻറ്റ് 1 0 2 1 1 0 2 1 3 2 -1 2 3 ഇനി -2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും കളഞ്ഞു 2 0 2 -2 3 2 1 2 3 അതിവിടെ എഴുതി. ഇനി +3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2 1 2 2 1 2 -2 1 2 -2 1 2 1 -1 3 1 -1 3 ഇനി അടുത്ത അപ്പോൾ 1 ഇൻറ്റു ചെയ്തു -2 +3 ഇനി വീണ്ടും -1 ഇൻറ്റു ആ റോയും കോളവും കളയാം. അപ്പോൾ 2 1 0 -2 1 3 -2 1 3 1 -1 2 1 -1 2 ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ 4 ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവും നേരത്തെ കണ്ടെത്തിയതാണ്. ഇതിൻ്റെ വാല്യൂ 15 ഇതിന് -4 ഇവിടെ 20 ഇവിടെ 17 കണ്ടിട്ടുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 15 -2 ഇൻറ്റു -4 +3 ഇൻറ്റു 20 -1 ഇൻറ്റു 17 സിംപ്ലിഫൈ ചെയ്താൽ 15 -2 into -4 plus 8 plus 60 minus 70 15 plus 8 23 23 minus 17 6 6 plus 60 66 the value is 66. Show that
the value of the determinant 1ab plus a, 1bc plus a, 1ca plus b equal to 0. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചത് സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ നിന്ന് സോൾവ് ചെയ്യാം. ഡിറ്റർമിനൻറ്റ് 1ab plus c, 1bc plus a, 1ca plus b equal to 1 into 1 into ആ റോയും കോളവും കളഞ്ഞ ഡിറ്റർമിനൻറ്റ് b c plus a, c a plus b, b c plus a, c a plus b മൈനസ് a ഇൻറ്റു എന്ത് വരും 1 c plus a, 1 a plus b, 1 c plus a, 1 a plus b പ്ലസ് b plus c ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞാൽ 1b 1c, 1b 1c ഈക്വൽ ടു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു പറഞ്ഞാൽ എഴുതണമെന്നില്ല, 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയാണല്ലോ. അപ്പോൾ ഈ 1 വേണമെന്നില്ല. അപ്പോൾ എന്ത് വരും b ഇൻറ്റു a plus b, b ഇൻറ്റു a plus b മൈനസ് c ഇൻറ്റു c plus a, b ഇൻറ്റു a plus b മൈനസ് c ഇൻറ്റു c plus a മൈനസ് a ഇൻറ്റു ഇതിൻ്റെ ബ്രാക്കറ്റിനകത്ത് 1 ഇൻറ്റു a plus b മൈനസ് 1 ഇൻറ്റു c plus a പ്ലസ് b plus c ഇൻറ്റു c മൈനസ് b ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു ab പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് എ സി മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി പ്ലസ് എയും മൈനസ് എയും ക്യാൻസൽ ചെയ്തൊരു ബി മൈനസ് സി വരും. മൈനസ് എ ഇൻറ്റു ബി മൈനസ് സി പ്ലസ് പിന്നെ ഇത് ബി പ്ലസ് സി ഇൻറ്റു സി മൈനസ് ബി ഈക്വൽ ടു എ ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് എ സി മൈനസ് എ ബി പ്ലസ് എ സി മൈനസ് എ ഇൻറ്റു മൈനസ് സി പ്ലസ് എ സി. ഇവിടെ സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി ആണ്. സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി, സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. ഇതിന് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ ഈക്വൽ ടു എ ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് എ സി മൈനസ് എ ബി പ്ലസ് എ സി പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ എന്ത് വരും, ഒരു എ ബി ഇവിടെ ഉണ്ട്. എ ബി മൈനസ് എ ബി ക്യാൻസൽ ചെയ്തു. ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻസൽ ചെയ്തു. മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എല്ലാം കട്ട് ചെയ്ത് പോകും. എ ബി മൈനസ് എ ബി പോയി. ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സി പ്ലസ് എ സി. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് പോയാൽ എന്ത് വരും, 0. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈക്വൽ ടു 0 എന്നായിരുന്നു. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഈക്വൽ ടു 0 എന്ന് കിട്ടി. Evaluate a square a1 b square b1 c square c1. Evaluate determinant a square a1 b square b1 c square c1. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് a square a1 b square b1 c square c1 ഈക്വൽ ടു എന്താണ്, a square ഇൻറ്റു a square ഉള്ള റോയും കോളും കളഞ്ഞ് ഡിറ്റർമിനൻറ്റ് b1 c1 മൈനസ് എ ഇൻറ്റു എ ഉള്ള റോയും കോളവും കളഞ്ഞുള്ള ഡിറ്റർമിനൻറ്റ് ബി സ്ക്വയർ 1 സി സ്ക്വയർ 1 ബി സ്ക്വയർ 1 സി സ്ക്വയർ 1 പ്ലസ് 1 ഇൻറ്റു 1 ഉള്ള റോയും കോളും കളഞ്ഞാൽ ബി സ്ക്വയർ ബി സി സ്ക്വയർ സി ബി സ്ക്വയർ ബി സി സ്ക്വയർ സി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി മൈനസ് സി ബി ഇൻറ്റു 1 മൈനസ് സി ഇൻറ്റു 1 ദാറ്റ് ഈസ് ബി മൈനസ് സി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു 1 ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇൻറ്റു 1 സി സ്ക്വയർ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1 എഴുതണമെന്നില്ല. 1 ഇൻറ്റു എന്നുള്ളതിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു സി ബി സ്ക്വയർ സി മൈനസ് ബി സി സ്ക്വയർ ബി സ്ക്വയർ സി മൈനസ് ബി സി സ്ക്വയർ. ഇനി ഇതൊന്ന് ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം, നോക്കാം. എ സ്ക്വയർ ബി മൈനസ് എ സ്ക്വയർ സി മൈനസ് എ ബി സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി മൈനസ് ബി സി സ്ക്വയർ. ഇനി നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം. എ സ്ക്വയർ ബി മൈനസ് എ സ്ക്വയർ സി പിന്നെ ബി സ്ക്വയറിൻ്റെ ടേമുകൾ പിന്നെ സി സ്ക്വയറിൻ്റെ ആ രീതിയിലേക്ക് നോക്കാം. ഈക്വൽ ടു എ സ്ക്വയർ ബി മൈനസ് എ ബി സ്ക്വയർ എ സ്ക്വയർ ബി മൈനസ് എ ബി സ്ക്വയർ. ഇത് രണ്ടും ഇതിലും എ ബി ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. എ സ്ക്വയർ ബി മൈനസ് എ ബി സ്ക്വയർ രണ്ടിലും ഉണ്ട് എ ബി, അങ്ങനെ എടുത്തു. ഇനി ഇത് എടുക്കുക, എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ സി എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ സി എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ സി. പിന്നെ അതിൽ രണ്ടിലും എ സി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൽ രണ്ടിലും ബി സി വരുന്നുണ്ട്, ബി സ്ക്വയർ സി മൈനസ് ബി സി സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ എഴുതി എ സ്ക്വയർ ബി മൈനസ് എ ബി സ്ക്വയർ പിന്നെ ബി സ്ക്വയർ സി മൈനസ് ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ സി എഴുതി. അപ്പോൾ ഇതിൽ രണ്ടിൽ എ ബി ഔട്ട്സൈഡ്. അപ്പോൾ എ ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ബി സി ഇൻറ്റു ബി മൈനസ് സി
പ്ലസ് സി എ ഇൻറ്റു സി മൈനസ് എ എന്നതിനെ മാറ്റി എഴുതാം ഈക്വൽ ടു എ ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എ ബി എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ ബിയിൽ എ ബി എടുത്താൽ പിന്നെ ഒരു എ ഉണ്ടാവും. എ ബി സ്ക്വയറിൽ എ ബി എടുത്താൽ ഒരു ബി ഉണ്ടായിരിക്കും. അപ്പോൾ എ ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ഇതിൽ രണ്ടിൽ കോമൺ ബി സി ആണ്. ബി സി ഇൻറ്റു ഇവിടെ ബി വരും, ഇവിടെ ബി സി എടുത്താൽ പിന്നെ മൈനസ് സി ആണ്. അപ്പോൾ ബി സി ഇൻറ്റു ബി മൈനസ് സി. ഇവിടെ എ സി ആണ്, അപ്പോൾ സി എടുത്തു. ഇവിടെ എ ബി ബി സി, അപ്പോൾ ക്രമം സി ആണല്ലോ. എ ബി ബി സി, അപ്പോൾ സി എന്നെടുത്തു. സി ഔട്ട് സൈഡ് എടുത്തപ്പോൾ സി എടുത്താൽ പിന്നെ ഇവിടെ സി ഉണ്ടാവും. സി മൈനസ് ഇവിടെ സി എടുത്താൽ പിന്നെ എ, സി മൈനസ് സി. അപ്പോൾ എ ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ബി സി ഇൻറ്റു ബി മൈനസ് സി പ്ലസ് സി എ ഇൻറ്റു സി മൈനസ് സി എന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് ഒന്നാമത്തേതാണ്, ദ വാല്യൂ ഓഫ് എ ഡിറ്റർമിനൻറ്റ് does not change if the rows and columns of it are interchanged. The value of a determinant does not change if the rows and columns of a determinant are interchanged. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്താലും സെയിം ആയിരിക്കും. ഇതിൽ എ ബി സി ഡി എഫ് ജി എച്ച് ഐ എന്നാണ്. അതിൽ ഫസ്റ്റ് റോയ്ക്ക് പകരം അത് ഫസ്റ്റ് കോളമാക്കി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കി, തേർഡ് റോ തേർഡ് കോളമാക്കി. അത് റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്തു. മെട്രിസസിൻ്റെ ഭാഷയിലാണെങ്കിൽ എ ട്രാൻസ്പോസ് ആക്കി. പക്ഷെ അങ്ങനെ ചെയ്താലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഹിയർ ദ റോസ് ഓഫ് ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് ആൻഡ് ദ കോളംസ് ഓഫ് ദ സെക്കൻഡ് ആർ ഈക്വൽ. ആദ്യത്തിൻ്റെ റോയും രണ്ടാമത്തെ കോളും ഈക്വൽ ആകുന്ന രീതിയിലാണ്. അതായത് ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് റോസ് എല്ലാം സെക്കൻഡ് ഡിറ്റർമിനൻ്റ് കോളമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, if two rows or columns of a determinant are interchanged, the sign of the value is changed. ഒന്നുകിൽ രണ്ട് റോ ചേഞ്ച് ചെയ്യും, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് റോ സെക്കൻഡ് റോയും സെക്കൻഡ് റോ ഫസ്റ്റ് റോയും ആക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് റോ തേർഡ് ആക്കി, തേർഡ് റോ സെക്കൻഡ് റോ ആക്കി, അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഒന്നുകിൽ രണ്ട് റോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അല്ലെങ്കിൽ രണ്ട് കോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അങ്ങനെ ചെയ്താൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിലൊരു സൈൻ ഡിഫറൻസ് ഉണ്ടാവും. ഒന്ന് കെ ആണെങ്കിൽ മറ്റേത് മൈനസ് കെ എന്നുള്ള രീതിയിലായിരിക്കും വാല്യൂ വരിക. അതായത് ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്ന് പറയുന്നത്, അതിൽ ഈ സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും പരസ്പരം മാറ്റിയെന്ന് വിചാരിക്കാം. ആദ്യത്തെ റോ ഡി എഫും ഫസ്റ്റ് റോ എടുത്തിട്ട് സെക്കൻഡ് റോയും ആക്കി. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും പരസ്പരം ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ തന്നെ നെഗറ്റീവ് ആയിരിക്കും, രണ്ടാമത്തെ വാല്യൂ പരസ്പരം ഒന്നിൻ്റെ വാല്യൂ കെ ആണെങ്കിൽ മറ്റേത് മൈനസ് കെ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി എഫ് ജി എച്ച് ഐ എന്ന് പറയുന്നത് മൈനസ് ഡിറ്റർമിനൻറ്റ് ഡി എഫ് എ ബി സി ജി എച്ച് ഐ. ഫസ്റ്റ് ആൻഡ് ടു റോസ് ആർ ഇൻ്റർചേഞ്ച്. ഇതുപോലെ തന്നെയാണ് രണ്ട് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്താലും ഒരു നെഗറ്റീവിൻ്റെ ഡിഫറൻസ്, ഒരു നെഗറ്റീവ് ആണ് കൂടുതലായിട്ട് വരുന്നത്. നോക്കാം, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. ഇവിടെ ആദ്യത്തെ എ ഡി ജി എന്നുള്ളത് സെക്കൻഡ് കോളമാക്കി, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളമാക്കി, സെക്കൻഡ് കോളം ഫസ്റ്റ് കോളമാക്കി. ഫസ്റ്റും ടു കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോഴെന്താണ് നെഗറ്റീവ്, ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് വേണം. ആദ്യത്തെ നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ നെഗറ്റീവ് ആണ് ആദ്യത്തെ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഒന്ന് കെ ആണെങ്കിൽ മറ്റൊന്ന് മൈനസ് കെ എന്നുള്ള രീതിയിൽ. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി ഇ എഫ് ഡി എച്ച് ഐ ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനൻറ്റ് ബി എ സി ഇ ഡി എഫ് എച്ച് ജി ഐ. ഫസ്റ്റ് ആൻഡ് ടു സെക്കൻഡ് കോളംസ് ആർ ഇൻ്റർചേഞ്ച്. ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം ആർ interchange. അടുത്ത പ്രോപ്പർട്ടി, if any two rows or columns of a determinant are identical, then the determinant value is 0. ഒന്നിൽ രണ്ട് റോ ഈക്വൽ ആവുക, അല്ലെങ്കിൽ രണ്ട് കോളം ഈക്വൽ ആവുകയാണെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ നോക്കാം, എ ബി സി ഡി ഇ എഫ് എ ബി സി. ഇവിടെ ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആണ്, അതുകൊണ്ട് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. Determinant A, B, C, D, E, F, A, B, C equal to 0 since first and second rows are equal. അതുപോലെ A, A, D, B, B, E, C, C, F equal to 0. കാരണം എന്താണ്, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും സെയിം ആണ്. സിൻസ് ഫസ്റ്റ് ആൻഡ് ടു സെക്കൻഡ് റോസ് ആർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളംസ് ആർ ഈക്വൽ. ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഒന്നുകിൽ രണ്ട് കോളം ഈക്വൽ ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് റോ ഈക്വൽ ആവുക. അങ്ങനെ വന്നാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. If
if all the elements of one row or one column of a determinant are multiplied by a scalar quantity k, then the value of the determinant becomes k times the original value. If all the elements of one row or one column of a determinant are multiplied by a scalar quantity k, then the value of the determinant becomes k times the original value. ഇവിടെ 3 into determinant 1, 0, 2, 4, 5, 2, 2, 3, 1 equal to ഏതെങ്കിലും ഒരു റോയോ കോളോ മാത്രമേ ഇതിനെ മൾട്ടിപ്ലൈ ആവും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 3, 0, 6, 4, 5, 2, 2, 3, 1 അങ്ങനെ എഴുതാം. 3, 0, 6, 4, 5, 2, 2, 3, 1 അതായത് ഈ റോയെ മുഴുവൻ 3 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. ഈ ഒരു റോയെ 3 കൊണ്ട് ഗുണിച്ചാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ k ഇൻറ്റു ഒരു ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു റോയെയോ ഒരു കോളത്തെയോ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു റോ, ഏത് റോ വേണമെങ്കിൽ ഫസ്റ്റ് ആവാം, സെക്കൻഡ് ആവാം, തേർഡ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തെ മാത്രം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 3 ഇൻറ്റു 1, 0, 2, 4, 5, 2, 2, 3, 1 ഇങ്ങനെ എഴുതാം. ഇതൊരു രീതിയാണ്. 3, 0, 6 ഈ ഒരു റോ മാത്രം 3 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. 3, 0, 6, 4, 5, 2, 2, 3, 1 ഇനി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1, 0, 2, 4, 5, 2, 2, 3, 1 ഈ ഒരു കോളത്തെ മാത്രമാണ് ഗുണിച്ചു. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു 2 6 ബാക്കിയെല്ലാം അതുപോലെ 0, 2, 5, 2, 3, 1 അപ്പോൾ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം അതിനെ ഒരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ ആ കോൺസ്റ്റന്റ് നമ്പർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്ന് എഴുതാൻ കഴിയും. അടുത്ത പ്രോപ്പർട്ടി, if every element in a row or column of a determinant is the sum of two numbers, then the given determinant can be expressed as a sum of two determinants. If every element in a row or columns of a determinant is the sum of two numbers, then the given determinant can be expressed as a sum of two determinants. ഒരു ഡിറ്റർമിനൻ്റ് ഇവിടെ അതിലൊരു റോ മൊത്തം ഒരു കോളം മുഴുവൻ ഒരു സം ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഒരു കോളം ഒന്നുകിൽ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ എന്നാണ് പറഞ്ഞത്. ഇവിടെ കോളം മുഴുവൻ ഫസ്റ്റ് കോളം a + k d + l g + m എന്ന് എഴുതി. ബാക്കി ഇതുപോലെ b c e f h a. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ സം ആക്കി എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത്. ഏതാണ് ആ ഡിറ്റർമിനൻ്റ്? ഒന്ന് a b c d e f g h i അങ്ങനെ എഴുതി പ്ലസ് k b c l e f m h i. മെട്രിക്സ് ആണെങ്കിൽ ഒന്നും പറ്റില്ല. മെട്രിക്സ് ആണെങ്കിൽ എല്ലാത്തിനും വേണം. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണിത്. ഡിറ്റർമിനൻറ്റിലെ ഒരു റോയോ ഒരു കോളമോ സം ഓഫ് ടു വാല്യൂസ് ആണെങ്കിൽ നമുക്കതിനെ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ സം ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പോൾ a + k d + l g + m എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡിറ്റർമിനൻറ്റിന് ആദ്യത്തെ കോളം a d g ബാക്കിയുള്ളത് തന്നെ b e h c f i. പിന്നത്തെ ഡിറ്റർമിനൻറ്റിലെ ഫസ്റ്റ് കോളം k l m ബാക്കി b e h c f i അങ്ങനെ എഴുതാൻ കഴിയും. അത് ഡിറ്റർമിനൻറ്റിൻ്റെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി. ഇനി അടുത്ത് ആറാമത്തെ പ്രോപ്പർട്ടി, ലാസ്റ്റ് പ്രോപ്പർട്ടി. ഇഫ് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ദ എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് if a constant multiple of the elements of a row or column of a determinant is added to the corresponding elements of another row or column of the determinant value remains the same. If a constant multiple of the elements of a row or column of a determinant is added to the corresponding elements of another row or columns of the determinant value remains the same. For example, determinant A equal to A, B, C, D, E, F, G, H, I. Let us add k multiple of elements of first row. K multiple of elements of first row na Ka, Kb, Kc to the third row. Third row yodu കൂടി k multiple of first row add ചെയ്യാണെങ്കിൽ ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ദ എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് ഈസ് ആഡഡ് ടു ദി കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് അനദർ റോ. ഇവിടെ തേർഡ് റോ, അനദർ റോ എന്ന് പറഞ്ഞാൽ തേർഡ് റോയോട് കൂടി k മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് റോ ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ആദ്യത്തെ എന്ത് വരും? എ ബി സി എന്ന് തന്നെ വരും, പിന്നെ ഡി ഇ എഫ് എന്ന് വരും, അവസാനത്തെ എന്ത് വരും? ഇവിടെ k മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് റോ ആഡ് ചെയ്യണം. അപ്പോൾ കെ എ ഇവിടെ ജി പ്ലസ് കെ എ, എച്ച് പ്ലസ് കെ ബി, ഐ പ്ലസ് കെ സി, ജി പ്ലസ് കെ എ, എച്ച് പ്ലസ് കെ ബി, ഐ പ്ലസ് കെ സി എന്നായിട്ട് മാറും തേർഡ് റോ. അപ്പോൾ
അതാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് us add k multiple of elements of first row to the third row, then the new determinant is a b c d e f g plus ka h plus kb I plus kc. ഇത് രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഇത് രണ്ടും കൂടെ സെയിം ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിവിടെ എ ബി ഡി ഇ എഫ് ജി എച്ച് ഐ ആണ്. എ ബി സി ഡി ഇ എഫ് ജി പ്ലസ് കെ എ എച്ച് പ്ലസ് കെ ബി ഐ പ്ലസ് കെ സി, ഈ രണ്ട് ഡിറ്റർമിനൻറ്റും സെയിം ആണെന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നോക്കാം അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ബൈ പ്രോപ്പർട്ടി 5. എന്താണ് പ്രോപ്പർട്ടി 5? ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി പ്ലസ് കെ എ എച്ച് പ്ലസ് കെ ബി ഐ പ്ലസ് കെ സി എന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ ഏതെങ്കിലും ഒരു റോയോ ഒരു കോളമോ സം ഓഫ് 2 വാല്യൂസ് ആണെങ്കിൽ നമുക്കതിനെ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മാക്കി എഴുതാമെന്ന് 5ാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. അതായത് ആദ്യം എ ബി സി പിന്നെ ഡി എഫ് ജി എച്ച് ഐ ഇതാണ് ഒരു ഡിറ്റർമിനൻറ്റ്. പ്ലസ് അടുത്ത ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? ഇത് എ ബി സി, ഇവിടെ ഡി എഫ്, പിന്നത്തെ എന്തായിരിക്കും? കെ എ കെ ബി കെ സി എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ നേരത്തെ എഴുതുന്നത്. എ ബി സി ഡി ഇ എഫ് എഴുതി. ഇത് സം ഓഫ് 2 എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ്സ് എടുക്കുക ജി എച്ച് ഐ അങ്ങനെ എഴുതി. പിന്നെ അടുത്തതിൽ എന്താണ്? എ ബി സി ഡി എഫ് തന്നെ, പിന്നെ വരുന്നത് കെ എ കെ ബി കെ സി, കെ എ കെ ബി കെ സി അങ്ങനെ വരും. ഇനി ഇതെന്താണ്? ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു റോയോ കോളമോ മുഴുവനായിട്ടൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ അതിനെ ഔട്ട് സൈഡിൽ എടുക്കാമെന്നുണ്ട്. ഇവിടെ കെ എ കെ ബി കെ സി എനിക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. കെ ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി സി ഡി എഫ് ജി എച്ച് ഐ ഇതുപോലെ തന്നെ എഴുതി. ഇവിടെ കെ ഔട്ട് സൈഡ് എടുത്തിട്ട് എ ബി സി ഡി എഫ് എ ബി സി എന്ന് വരും. കെ ഔട്ട് സൈഡ് എടുത്താൽ എ ബി സി. ഇനി ഇതിലെന്താണ്? രണ്ട് റോയോ രണ്ട് കോളമോ തുല്യമാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ട്. അപ്പോൾ ഇത് 0 ആയി മാറും. ഈക്വൽ ടു അവിടെ അപ്പോൾ ഈക്വൽ ടു എന്താ വരിക? എ ബി സി ഡി എഫ് ജി എച്ച് ഐ വരുന്നത് 0 ആണ് വരുന്നത്. ബിക്കോസ് കെ ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് തേർഡ് റോ. അതുകൊണ്ടാണ് നമ്മൾ കെ ഔട്ട് സൈഡ് എടുത്തത്. ഇനി ഇതിൻ്റെ വാല്യൂ കെ ഇൻറ്റു എ ബി സി ഡി എഫ് എ ബി സി ഇത് 0 ആണ്. കാരണം ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇതിന് അങ്ങനെ എഴുതാൻ പോവാണ്. എ ബി സി ഡി എഫ് ജി എച്ച് ഐ പ്ലസ് കെ ഇൻറ്റു 0. അപ്പോൾ എന്ത് തോന്നുന്നു? എ ബി സി ഡി എഫ് ജി എച്ച് ഐ എന്ന് എഴുതി. കാരണം ഇതിൽ അതായത് കെ കെ ഇൻറ്റു എ ബി സി ഡി എഫ് എ ബി സി ഇങ്ങനെ നേരത്തെ ഒരു സ്റ്റെപ്പ് എഴുതി. ഇതിൽ ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് റോസ് ആർ ഈക്വൽ. അപ്പോൾ അതുകൊണ്ട് therefore it is 0 by property 3. പ്രോപ്പർട്ടി 3 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിറ്റർമിനൻ്റ് ഏതെങ്കിലും രണ്ട് റോയോ അല്ലെങ്കിൽ കോളമോ തുല്യമാണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 0 ആണ്. therefore നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി ഇ എഫ് ജി പ്ലസ് കെ എ എച്ച് പ്ലസ് കെ ബി ഐ പ്ലസ് കെ സി ഈക്വൽ ടു എ ബി സി ഡി എഫ് ജി എച്ച് ഐ. അതായത് ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു റോ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് അനദർ റോയുമായിട്ട് ആഡ് ചെയ്താൽ, ഇവിടെ അതാണല്ലോ ചെയ്തത്. ജി എച്ച് ഐക്ക് പകരം കെ എ പ്ലസ് ജി പ്ലസ് കെ എന്ന് എഴുതി, എച്ചിന് എച്ച് പ്ലസ് കെ ബി എന്ന് എഴുതി, ഐക്ക് ഐ പ്ലസ് കെ സി എന്ന് എഴുതി. അങ്ങനെ എഴുതിയാലും വാല്യൂവിന് മാറ്റമൊന്നും വരുന്നില്ല. ഈ രണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവും തുല്യമാണെന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്.